പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 10-ാം ദിവസം. ഓ സ്നേഹത്തിൻ്റെ ദിവ്യ കൂദാശയെ, ദിവ്യകാരുണ്യത്തിലൂടെ സ്വയം നൽകുമ്പോഴായാലും അൾത്താരിൽ വസിക്കുമ്പോഴായാലും സ്നേഹത്തിൻ്റെ ശക്തിയേറിയ ആകർഷണത്താൽ അനേകം ഹൃദയങ്ങളെ അങ്ങിലേക്ക് ആകർഷിക്കുവാൻ അങ്ങേക്കറിയാം. ഇവരാകട്ടെ അങ്ങയെ പ്രതിയുള്ള സ്നേഹത്താൽ നിറഞ്ഞ് അങ്ങയുടെ നന്മയിൽ അത്ഭുതപ്പെട്ട് ആഹ്ലാദം നിറഞ്ഞൊഴുകുന്നവരായി എല്ലായ്പ്പോഴും അങ്ങയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. എൻ്റെ ഹൃദയത്തെയും അങ്ങിലേക്ക് ആകർഷിക്കുക. കാരണം അതും അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൻ്റെ സേവനത്തിനായി ജീവിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നു മുതലെല്ലാം ഞാൻ അങ്ങയുടെ സംരക്ഷണത്തിന് ഭരമേൽപ്പിക്കുന്നു. എൻ്റെ എല്ലാ താല്പര്യങ്ങളും എൻ്റെ എല്ലാ പ്രതീക്ഷകളും എൻ്റെ എല്ലാ സ്നേഹവും എൻ്റെ ആത്മാവും എൻ്റെ ശരീരവും എല്ലാം ദൈവമേ എന്നെ സ്വീകരിക്കുക. എന്നിട്ട് നിനക്കിഷ്ടമുള്ളതുപോലെ എന്നോട് വർത്തിച്ചു കൊള്ളുക. ഓ എൻ്റെ സ്നേഹമേ, അങ്ങയുടെ വിശുദ്ധമായ ക്രമീകരണങ്ങളെക്കുറിച്ച് ഒരിക്കലും ഞാൻ പരാതിപ്പെടുകയില്ല. അവയെല്ലാം അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണെന്നും സ്നേഹം നിറഞ്ഞതും എൻ്റെ നന്മ കാക്ഷിച്ചിട്ടുള്ളതുമാണെന്നും എനിക്കറിയാം. എനിക്ക് വേണ്ടി അവയെല്ലാം അങ്ങിച്ഛിക്കുക മാത്രമേ വേണ്ടൂ. ഇപ്പോഴും എല്ലായ്പ്പോഴും ഞാനും അവ തന്നെ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവിടുന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതുതന്നെ എന്നോട് ചെയ്യുക. സമ്പൂർണ്ണ വിശുദ്ധവും പൂർണ്ണ നന്മയും സർവസുന്ദരവും സർവസമ്പൂർണവും പൂർണ്ണ സ്നേഹയോഗ്യവുമായ അങ്ങയുടെ ഹിതത്തോട് ഞാൻ എന്നെ തന്നെ ഒന്നിപ്പിക്കുന്നു. ഓ ദൈവ തിരുമനസ്സേ, നീ എനിക്കെത്ര പ്രിയപ്പെട്ടതാണ്. എൻ്റെ ജീവിതകാലം മുഴുവനും മരണസമയത്തും നിന്നോട് ഐക്യപ്പെട്ടിരിക്കാനും ബന്ധിതമായിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ സന്തോഷിപ്പിക്കുന്നത് എന്നെയും സന്തോഷിപ്പിക്കുന്നു. അങ്ങയുടെ ആഗ്രഹങ്ങളാണ് എൻ്റെയും ആഗ്രഹങ്ങൾ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കുക. ഇപ്പോൾ മുതൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നുവെന്നും അങ്ങ് ആഗ്രഹിക്കുന്നവ മാത്രം ആഗ്രഹിക്കുന്നുവെന്നും അങ്ങയുടെ സ്നേഹയോഗ്യമായ ഹിതമല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തുക. അങ്ങ് എനിക്ക് വേണ്ടി മരിക്കുകയും ഭക്ഷണമായി തീരുകയും ചെയ്തതിനാൽ അങ്ങയുടെ സ്നേഹത്തെ പ്രതി ഞാനും മരിക്കട്ടെ. അങ്ങയെ അപ്രീതിപ്പെടുത്തിക്കൊണ്ട് എൻ്റെ സ്വന്തം ഹിതം അനുവർത്തിച്ച നാളുകളെ ഞാൻ വെറുക്കുന്നു. ഓ ദൈവ തിരുമനസ്സേ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന അത്രയും നിന്നെ സ്നേഹിക്കുന്നു. കാരണം നീ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുകയും എന്നെ തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. സുഹൃത ജപം. ഓ ദൈവ തിരുമനസ്സേ, അങ്ങ് എൻ്റെ സ്നേഹമാകുന്നു. ഓ ദൈവ തിരുമനസ്സേ, അങ്ങ് എൻ്റെ സ്നേഹമാകുന്നു. ഓ ദൈവ തിരുമനസ്സേ, അങ്ങ് എൻ്റെ സ്നേഹമാകുന്നു. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങ് എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോടും നമുക്ക് പ്രാർത്ഥിക്കാം. മഹാരാജ്ഞിയായവൾ പറയുന്നു, സമ്പത്തും ബഹുമാനവും എൻ്റെ അടുക്കലുണ്ട്. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും ചരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി. സുഭാഷിതം 8-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കൃപാവരത്താൽ സമ്പന്നരാകുന്നതിന് നമുക്ക് മറിയത്തെ സ്നേഹിക്കാം. ഒരു ആത്മീയ എഴുത്തുകാരൻ കൃപാവരങ്ങളുടെ ഖജനാവ് സൂക്ഷിപ്പുകാരി എന്നാണ് മറിയത്തെ വിളിക്കുക. സ്നേഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മറിയത്തോട് പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്നു. എൻ്റെ അമ്മേ, എൻ്റെ പ്രത്യാശയെ, അങ്ങേക്കെന്നെ ഒരു വിശുദ്ധയാക്കുവാൻ കഴിയും. അതിനുവേണ്ടി ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. സുകൃത ജപം. ഏറ്റവും സ്നേഹം നിറഞ്ഞ അമ്മേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഏറ്റവും സ്നേഹം നിറഞ്ഞ അമ്മേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഏറ്റവും സ്നേഹം നിറഞ്ഞ അമ്മേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചൊല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃക ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ,
ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യസ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.